ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, PC ജോർജ് ചാനലിൽ പറഞ്ഞ ഒരു വിഷയം, ഈ രാജ്യത്തെ പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അത്തരക്കാർക്ക് പാകിസ്ഥാനിലേക്കുള്ള വിസ ശരിയാക്കി അങ്ങോട്ട് പോകുന്നതല്ലേ? ന്യായമായ ചോദ്യമാണ്. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണ് എന്ന അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. എല്ലാ മുസ്ലിങ്ങളും ഭീകരരുമല്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളുമല്ല. പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളായിരുന്നു. തീവ്രവാദികളായി പിടിച്ചവരൊക്കെ ഭീകരവാദികളായിരുന്നു. അവർ ഇസ്ലാം എന്ന മതത്തെ വളർത്തുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ സജ്ജരായി തയ്യാറായി നിന്നവരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവരെ വിമർശിക്കാൻ കാരണം. ഇസ്ലാം എന്ന തീവ്ര മതം മാത്രം മതി ഈ ഭൂമിയിൽ എന്ന് വാദിക്കുന്നവർ, ഇസ്ലാമിക നിയമത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഓരോരുത്തരും നയിക്കണം എന്ന് ശ്രദ്ധിക്കുന്നവർ, എത്രയോ എളുപ്പമാണ് അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ. അതേ ചോദിച്ചിട്ടുള്ളൂ. അതായത് ഞാനൊക്കെ അങ്ങനെയാണ് സാധാരണഗതിയിൽ സംസാരിക്കാറുള്ളത്. ഇപ്പോ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്ന ഉടനെ തന്നെ കേസെടുക്കുക, ഇത് വെള്ളരിക്ക പട്ടണോ? തന്നെയുമല്ല, PC ജോർജ് തനിക്ക് അങ്ങനെ ഒരു നാവാബദ്ധം പറ്റി സംസാരിച്ചതിൽ ചാനൽ ചർച്ചയിൽ എല്ലാ മുസ്ലിങ്ങളും ഭീകരരാണെന്ന്, നിങ്ങൾക്കൊക്കെ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൂടെ എന്നും ചോദിച്ചു. ശരി, തെറ്റ് സംഭവിച്ചു. ആ തെറ്റ് അദ്ദേഹം ഏറ്റുപറയുകയും ചെയ്തു. വീണ്ടും അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഒരാള് പരാജയം സമ്മതിച്ചു വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവരോട് ഒരല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമവുമായി ബന്ധപ്പെട്ട് അതിനോട് സഹകരിക്കുക എന്നതൊരു മനുഷ്യന്റെ ധർമ്മമാണ്. എല്ലാവർക്കും അത് ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങളാണ് ഇവിടെ ഈ വിഷയം ഇത്രയും ജ്വലിച്ചു നിൽക്കാനും സെൻസേഷണൽ ആയിട്ട് നിൽക്കാനും കാരണം. ഒന്ന്, PC ജോർജ് ഒരു അച്ചായനാണ്, ക്രിസ്ത്യാനിയാണ്. രണ്ടാമതായി, അദ്ദേഹം ഇന്ന് BJPയുടെ പ്രതിനിധിയാണ്. മൂന്നാമതായിട്ട്, വളരെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടുന്ന ഒരു വിഷയം അദ്ദേഹം പറഞ്ഞത് ഇവിടത്തെ മുസ്ലിങ്ങൾക്കെതിരാണ്. അതെ, മുസ്ലിം വികാരമെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു വികാരമാണ്. മറ്റേതു മതത്തിനായിരുന്നാലും അവരുടെ വികാരമൊക്കെ ഒന്ന് ഇളകി വരാൻ കുറച്ച് സമയമെടുക്കും. തന്നെയുമല്ല, അവർ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നവരാണ്. ഈ രാജ്യത്തുള്ള നിയമങ്ങളെ മാനിക്കുകയും അതുപോലെ ആ നിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ടൊരു വിശ്വാസം സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരങ്ങനെ പ്രകോപിതരാകുകയോ നിയമം കയ്യിലെടുത്ത് അവരെന്തെങ്കിലും രൂപത്തിൽ അട്ടഹാസത്തിന് ശ്രമിക്കുകയോ ചെയ്യില്ല. ഒരു മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു യുവാവ് നമുക്കറിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ബൈബിള് കത്തിക്കാൻ ശ്രമിക്കുന്നു, കത്തുന്നില്ല. ഒടുവിൽ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് അതിനകത്തേക്ക് ബൈബിള് കമിഴ്ത്തി വെച്ച് കത്തിച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കത്തിച്ച് പിന്നീട് അത് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അയാളുടെ അഡ്രസ്സ്, അയാളുടെ ഫോൺ നമ്പർ, അയാളുടെ പേര്, എല്ലാ വിവരങ്ങളും ആ വീഡിയോയ്ക്കകത്ത് തന്നെ അയാൾ പറയുകയും ചെയ്യുന്നു. ഇതൊന്നും നല്ല ഉദ്ദേശത്തിനല്ല. അപ്പൊ ഇത്തരക്കാർക്ക് പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൂടെ എന്നതാണ് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം. പിന്നെ ഇന്നലെ പാരഡൈസ് എന്ന് പറയുന്ന ഗുരുവായൂരുള്ള ഒരു ലോഡ്ജ് ഉടമ അബ്ദുൽ ഹക്കീം, അയാള് തുണി പൊക്കി അവിടെ നിന്നൊരു രോമം പറിച്ച് തുളസിത്തറയിലിട്ടു. അപ്പോ എന്റെ ഗുഹ്യഭാഗത്തെ രോമത്തിന്റെ വില പോലും നിന്റെയൊക്കെ തുളസിത്തറക്കില്ല എന്ന് വെല്ലുവിളിച്ച ആ ഒരു വിഷയം നമ്മളാരും പറയാൻ പാടില്ല, നമ്മളത് പ്രചരിപ്പിക്കാൻ പാടില്ല, നമ്മളതിനെ വിമർശിക്കാൻ പാടില്ല. എന്നാൽ പോലീസ് കേസാകുമെന്ന് പറഞ്ഞ് തൃശൂർ പോലീസിന്റെ ഉമ്മാക്കിയും വന്നു. അയാൾക്കത് ചെയ്യാൻ കുഴപ്പമില്ല, നമ്മളത് പറയാൻ പാടില്ല, നമ്മളത് പറഞ്ഞാൽ കേസാണ്. ഇത് തന്നെയാണ് എല്ലായിടത്തും, ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ഇതര ഗ്രന്ഥങ്ങളിലും വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും എന്ത് നൂലാമാലകൾ വേണമെങ്കിലും, വഷളത്തരങ്ങൾ വേണമെങ്കിലും, വൃത്തികേടുകൾ വേണമെങ്കിലും, കാമകഥകൾ വേണമെങ്കിലും എഴുതി വെക്കാം. അത് പവിത്രം. അത് പുറത്തു പറഞ്ഞാൽ നമ്മൾ മ്ലേച്ഛന്മാർ. എങ്ങനെയുണ്ട്? ഇതാണ്. അപ്പോൾ PC ജോർജിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമസ്കാരം. ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തെ തുടർന്നെടുത്ത കേസിൽ BJP നേതാവ് PC ജോർജിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. PC ജോർജ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് അറസ്റ്റ് തടഞ്ഞത്. ജനുവരി 6 നടന്ന ചാനൽ ചർച്ചയിൽ അദ്ദേഹം SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് പാലക്കാട് BJP തോൽപ്പിച്ചു എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു.
യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പി സി ജോർജിനെതിരെ പിണറായി പോലീസ് കേസെടുത്തത്. മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ മാസം 18-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പാകും വരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. താൻ ഉദ്ദേശിച്ച രീതിയിലല്ല വാക്കുകൾ വ്യാഖ്യാനിക്കപ്പെടുന്നതെന്നും പരാമർശം വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പി സി ജോർജ് പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. ചർച്ചയിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് പ്രതിനിധിയുടെ പ്രകോപനത്തെ തുടർന്നായിരുന്നു തന്റെ വാക്കുകളെന്നും ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പരാമർശം പിൻവലിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനു ശേഷമായിരുന്നു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പോലീസ് കേസെടുത്തത്. രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് പറഞ്ഞുവെന്നാണ് അദ്ദേഹത്തിനെതിരായ ആരോപണം. തനിക്ക് നാക്കുപിഴ സംഭവിച്ചതാണെന്ന് സമ്മതിച്ച് ഫേസ്ബുക്കിലൂടെ മാപ്പ് പറഞ്ഞിട്ടും പി സി ജോർജിനെ വേട്ടയാടാനുള്ള തീരുമാനം ജിഹാദി ശക്തികളുടെ താല്പര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള പിണറായി സർക്കാരിന്റെ പരസ്യ പ്രഖ്യാപനമാണ്. മുസ്ലിം ലീഗ് നേതാക്കളും SDPIയും PDPയും ജമാഅത്തെ ഇസ്ലാമിയും യോഗം ചേർന്ന് വർഗീയ ചേർത്തിരിവുണ്ടാക്കിയാണ് ഈരാറ്റുപേട്ടയിലെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തതെന്നും PC ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. തങ്ങളുടെ ഇഷ്ടക്കാർ എന്ത് കുറ്റം ചെയ്താലും അത് കണ്ടില്ലെന്ന് നടിക്കുക, എതിരാളികളുടെ മേൽ കരുതുകൂട്ടി കുറ്റമാരോപിച്ച് കേസെടുത്ത് ജയിലിൽ അടയ്ക്കുക, ഇതാണ് പിണറായി സർക്കാരിന്റെ രീതി. വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്ന കുറ്റമാണ് പി സി ജോർജ് ചെയ്തതെങ്കിൽ സമാനമായ കുറ്റം തന്നെയല്ലേ ഇടതുമുന്നണി കൺവീനർ A വിജയരാഘവൻ ചെയ്തത്? വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക വാദ്ര ജയിച്ചത് വർഗീയ ചേരിയുടെ പിന്തുണ കൊണ്ടാണെന്ന് CPM സമ്മേളനത്തിലാണ് വിജയരാഘവൻ പറഞ്ഞത്. ഇത് ശരിവെക്കുകയാണ് CPM ചെയ്തത്. പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരേ കാര്യം പറഞ്ഞ വിജയരാഘവനെ ഒഴിവാക്കുകയും പി സി ജോർജിനെ പ്രതിയാക്കുകയും ചെയ്തതിലെ ഇരട്ട നീതി പകൽ പോലെ വ്യക്തമല്ലേ? പോലീസ് നടപടിയെ വിമർശിച്ച് BJP സംസ്ഥാന നേതൃത്വവും രംഗത്ത് വന്നിരുന്നു. മാപ്പ് പറഞ്ഞിട്ടും കേസെടുത്തത് രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള നീക്കമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ പി സി ജോർജിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവെച്ചിരുന്നു. സമാനമായ നടപടിക്കുള്ള പോലീസിന്റെ നീക്കമാണ് കോടതി ഇടപെടലിലൂടെ ഇപ്പോൾ പാളിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഇങ്ങനെയുള്ള ചില സത്യങ്ങൾ പുറത്തു പറയാൻ ഏതാണ്ട് 90% മാധ്യമങ്ങളും മടിക്കുവാണ്. മുസ്ലിങ്ങൾക്കെതിരെ ആരെന്തു പറഞ്ഞാലും കേസ്. എനിക്കൊരു സുഹൃത്തുണ്ട്, ജാഫർ. ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആളാണ്, ഇസ്ലാം മതത്തെ പഠിച്ച് വിമർശിക്കുന്ന ആളാണ്. മറ്റുള്ളവരെ പോലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോ അങ്ങനെ, ഓടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോ അങ്ങനെ, അങ്ങനെയുള്ള ആളുകൾക്കാണ് അകക്കാമ്പില്ലാത്തത് കൊണ്ട് തിരിച്ചു പോകാനും പറ്റും. ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇസ്ലാം മതം വിമർശിച്ച ആളല്ല. അങ്ങനെ ആ മനുഷ്യൻ എവിടെയോ ഇസ്ലാം എസൻസിന്റെ വേദികളിലോ എന്തോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോഴേക്ക് അയാൾക്കെതിരെ കേസ്, ഒരു കേസ്, അതിനു പുറമെ പരാതികളുടെ വലിയ കൂട്ടം. അങ്ങനെ ഞാൻ CIയെ വിളിച്ചു. എൻ്റെ സുഹൃത്താണ് സാർ, എന്താണ് സംഭവിച്ചത്? അയാളുടെയും കൂടെ ബയോളജിക്കലി മതമാണിത്. അപ്പൊ ഞങ്ങളുടെ മതത്തെ കുറിച്ചിട്ട് അതിനകത്തുള്ള മാനവിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ പറയുന്നതിന് എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, മുസ്ലിങ്ങളുടെ വലിയ രൂപത്തിലുള്ള സമ്മർദ്ദമുണ്ടല്ല, നിയമവും നീതിയും ഒന്നും ഇല്ലേ സാറേ ഇതിന് എന്ന് ചോദിച്ചു. എന്തായിരുന്നാലും സംസാരിച്ച് ഒരു 2 ഫോൺ കോൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ, ഒരു 10 മിനിറ്റത്തെ സംഭാഷണവും. അതിനോടകം ജാഫറിന് പിന്നീട് കേസൊന്നുമില്ല. പിന്നീട് ജാഫർ തിരിച്ച് നാട്ടിൽ എത്തി. അപ്പൊ നോക്കണം, ഒരു മുസ്ലിമായിട്ട് പോലും ഇസ്ലാം മതത്തെ കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ കുറച്ച് മുസ്ലിം സംരക്ഷകർ ഇറങ്ങിയിട്ടുണ്ട്, ഇസ്ലാം മത സംരക്ഷകര്. അപ്പോ ഇസ്ലാം മതത്തിനകത്ത് നിൽക്കുമ്പോഴും മാനിച്ചിട്ടുണ്ട്, ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോഴും പരസ്പര ബഹുമാനത്തോടുകൂടി, അതുപോലെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അല്ലാതെ സംസാരിച്ചിട്ടില്ല. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രൂപത്തിൽ വലിച്ചു വാരി വലിച്ചു കീറി ഒട്ടിച്ച് ആ ഒരു രീതിയൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. ഒരു യുക്തിവാദിയും പ്രവാചകനെ സംബന്ധിച്ച് അത്രയും മ്ലേച്ഛമായിട്ടുള്ള ആരോപണങ്ങൾ നടത്താറുമില്ല. ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും മതപ്രഭാഷകർ പറയുന്ന വഷളുകൾ, ഇത് മാത്രം പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ വിമർശിക്കാറുള്ളത്. ഹദീസുകള്, ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതല്ലാതെ ഒന്നും അറിയാതെ ആരെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും വാലും തുമ്പും കേട്ടിട്ട് വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് ഒരു മതവിഭാഗത്തെ മുഴുവനും അപകീർത്തിപ്പെടുത്തുക, അവരുടെ മനോവികാരത്തിന് മതവികാരത്തിന് മങ്ങലേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളൊന്നും ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളല്ല. നമുക്കൊക്കെ എതിരെ പെട്ടെന്ന് കണ്ടോ, ഇപ്പൊ PCക്കെതിരെയും വന്നത് ഇത് തന്നെയാ. കാരണം എതിർഭാഗത്തുള്ളത് മുസ്ലിങ്ങളായിരുന്നു. അപ്പൊ നമ്മുടെ പിണറായി വിജയനാണെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തണം, വോട്ട് ബാങ്ക് ആണല്ലോ. അധികാര കസേരയ്ക്ക് വേണ്ടി ഇസ്ലാമിലെ ഏറ്റവും
ഗോത്ര ആചാരമായിട്ടുള്ള മുത്തലാഖിനെതിരെ പോലും ഇവർ സംസാരിച്ചിട്ടില്ല. കാരണം മുസ്ലിങ്ങളുടെ വോട്ട് കുറഞ്ഞു പോകും. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? കഴിഞ്ഞ ദിവസം പാലൊളി മുഹമ്മദ് കുട്ടി കാണിച്ച ധൈര്യം പോലും ഇവരാരും കാണിച്ചിട്ടില്ല. ഈ രാജ്യം സ്വതന്ത്രമാകുന്നതിനു വേണ്ടി ഒരിക്കലും മുസ്ലിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു എന്ന് പാലൊളി മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നു. അത്ര പോലും ധൈര്യം കാണിക്കാൻ നമ്മുടെ നാട്ടിലെ മറ്റ് സെക്യുലറിസ്റ്റുകൾ തയ്യാറായിട്ടില്ല. കാരണം മുസ്ലിം പ്രീണനമാണ് എല്ലാ കാലഘട്ടത്തിലും അവരുടെ നയം. നന്ദി.